ഞാനൊരു ദിവസം വൈകുന്നേരം ഇരിഞ്ഞാലക്കുടയിൽ നിൽക്കുമ്പോൾ ഏതൊരു വണ്ടിപ്രാന്തന്റെയും മനസ്സിനെ ഇളക്കി മറിക്കുന്ന രീതിയിൽ ഒരു വാഹനം എൻ്റെ അടുത്ത് കൂടെ കടന്നുപോയി. ആ വാഹനമാണ് ഇന്ന് എൻ്റെ തൊട്ടടുത്തുള്ളത്, ടൊയോട്ട ഇന്നോവ. എങ്ങനെയുണ്ട് വാഹനം? സൂപ്പർ ആയിട്ടില്ലേ? ടൊയോട്ട കമ്പനി ഇറക്കിയത് പോലെ ഒരിക്കലും ഇറക്കില്ല. ഈ വാഹനം ഉള്ളത് ഇരിഞ്ഞാലക്കുടയിൽ പുറത്തുശ്ശേരിയിലാണ്. മെറിൻ ചേട്ടന്റെ വാഹനമാണ്. ഞാൻ ഒരു കൊല്ലം മുന്നാണ് ഈ വാഹനത്തെ നേരിട്ട് കണ്ടത്. അന്ന് തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ വാഹനം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രാന്തന്റെയും അതായത് ഒരു ഇന്നോവ പ്രാന്തന്റെയും സ്വപ്നമായിരിക്കും ഇങ്ങനെ ഒരു വാഹനം വാങ്ങുക എന്നുള്ളത്. പ്രധാനമായിട്ട് ഇതിന്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കളറാണ്. നല്ല രസമുണ്ടല്ലേ ഈ കളർ? അടിപൊളിയായിട്ടുണ്ട്. അതിനെയാണ് ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രില്ല്, ഇത് നമുക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ ഗ്രില്ലാണ്. അത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ്, നല്ല ഭംഗിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ വലിയ ആ ലോഗോ. അതുപോലെ തന്നെ ഇതിൽ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. അതിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ സ്വന്തം നാടായ ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷനുള്ള K45X 5004 എന്ന അടിപൊളി ഒരു ഫാൻസി നമ്പറും പിന്നെ വലിയ ഒരു സ്കേർട്ടൊക്കെ അടി കൊടുത്തിട്ടുണ്ട്. ഈ സാധാരണ സ്കേർട്ടൊക്കെ അടി തട്ടുന്ന രീതിയിലാണ് എല്ലാവരും വെക്കാറ്, പക്ഷെ ഇത് വലിയ കാര്യത്തിലൊന്നും അടി തട്ടില്ല. നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ DRലും കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ ഈ റണ്ണിങ് ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫ്രണ്ടിൽ നല്ല ചേർന്ന തരത്തിലാണ് ഈ ഗ്രില്ലും ഹെഡ് ലാമ്പ് യൂണിറ്റും എല്ലാം കൊണ്ട് നല്ല മനോഹരമാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പും കാണാൻ സാധിക്കും. ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുന്നിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇത് ഏത് ടൈപ്പ് ഇന്നോവ ആണ് എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇത് ടൈപ്പ് 4 അല്ല, അതും കടന്നിട്ടുള്ള ഏതോ ഒരു ജനറേഷൻപ്പെട്ട രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാന ആകർഷണം 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ്. വലിയ വീതി കൂടുതലുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കാന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ക്യാമറ സിസ്റ്റം ഇവിടെ മിററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓട്ടോ ഫോൾഡ് മിററാണ്. ഇവിടെ ഒരു സീബ്ര ലൈൻ പോലത്തുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എ പില്ലർ ബി പില്ലർ ഇവിടെയൊക്കെ ആ ഒരു പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റെയിൻ ഗാർഡിലൊക്കെ ആ പെയിന്റ് ആണ് കൊടുത്തിട്ട. പിന്നെ ഹാൻഡിലിൽ നമുക്ക് ഈ കാണുന്ന ബി പില്ലറിന്റെ സെയിം ബ്ലാക്ക് കളറാണ് അതിനും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്ട്രിപ്പ് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതൊരു സ്റ്റെപ്പ് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഓവർലാപ്പ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഒരു ഭംഗിയുണ്ട്. കാരണം സാധാരണ അവിടെ ഒഴിഞ്ഞ ഒരു പ്രദേശമായിട്ടാണ് കിടക്കാറ്. ഇവിടെ അതിൽ കവറിങ് ആയപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ എടുത്തു പോകേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന അലോയ് വീൽസ് തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി അലോയ് വീൽസ് ആണ്. നല്ല ഭംഗി എന്ന് പറയുമ്പോൾ നല്ല വിലയും വരും അതിനൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ ബ്ലാക്ക് ഫിനിഷിങ് നല്ല ഒരു ഡ്യുവൽ ടോൺ കളർ തോന്നിക്കുന്ന തരത്തിലാണ് ഈ ഒരു സംഭവം തോന്നുന്നത്. അതായത് ഇവിടെ നമുക്കൊരു വയലറ്റും ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലെ വീലിന്റെ കാര്യം നല്ല തടിച്ച മനോഹരമായ ടയേഴ്സും വീലും കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ഓവർലാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇനി ബാക്കിലേക്ക് വരുമ്പോൾ വലിയ ടൈലാമ്പ് യൂണിറ്റ്, ഇവിടെ LED ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മനോഹരമായ ഒരു രസത്തിനാണ് ഇരിക്കുന്നത്. ഇവിടെയും ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ഇന്നോവയിൽ അവിടെ ഫിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറയുടെ ക്യാമറ, ഇന്നോവ എന്ന ബാഡ്ജിങ്, ഇവിടെയും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങും പിന്നെ നമ്മുടെ ഡ്രീ ഫോഗർ കാര്യങ്ങൾ സ്പോയിലർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറിന്റെ അടിയിൽ നമുക്ക് കണ്ടില്ലേ ഒരു ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലൈമാക്സ് എന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ വാഹനം പണിതിറക്കിയ ആ ടീമിന്റെ കമ്പനിയുടെ പേരായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു സ്ട്രിപ്പ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ സൈലൻസറിന്റെ ആ അറ്റത്ത് സ്റ്റീലിന്റെ സാധനം പിടിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഒരു രസമുണ്ടല്ലേ. സൈഡായാലും റിയർ ആയാലും ഫ്രണ്ട് ആയാലും ഒക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പുറത്ത് കണ്ട അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പുറത്തുള്ളത്, പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് മേലെ ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. സാധാരണ അത് ഇന്നോവയിൽ ഉണ്ടാവാറില്ല, ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്കിനി ഈ ഡോറിൽ എന്തൊക്കെ ചെയ്ത് വെച്ചാൽ നോക്കിയാലോ. ഡോറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു മെറൂൺ കളറുള്ള സ്റ്റിച്ചിങ്, അത് എന്തായാലും ഈ ഒരു കളറിനോട് ചേർന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും ഒരു പിയാനോ ബ്ലാക്കിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡർ കാര്യം സ്പീക്കർ അതൊക്കെ സാധാരണ ഇന്നോവയിൽ വരുന്ന സംഭവങ്ങളൊക്കെ
കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ബാക്ക് ഡോറിലും ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാനിറ്റൈസർ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഫിനിഷിങ്ങും ഈ സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ TRD കിറ്റിന്റെ TRD എന്ന ഒരു ബാഡ്ജിങ്ങും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ സീറ്റിലെ യാത്രാ കംഫർട്ടാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ പുറകിലേക്കാണ് പോണത്, മുന്നിലേക്ക് പോകുന്നില്ല. ഇത് ഒരു 6 സീറ്റർ വാഹനമാണ്. 6 സീറ്റർ എന്ന് പറയാൻ കാരണം ഇത് ക്യാപ്റ്റൻ സീറ്റ് ആണ്. ഇത് 2 ചിലവരിവിടെ 3 സീറ്റിന്റെ ബെഞ്ച് സീറ്റ് ആയിരിക്കും. ഇവരിപ്പോൾ ക്യാപ്റ്റൻ സീറ്റ് ആക്കി മാറ്റിക്കാണ്. നമുക്ക് ഇതിന്റെ കളറിംഗ് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അതായത് കളറിങ്ങും അതുപോലെ തന്നെ ഇവിടെ കൈ സപ്പോർട്ടിന് വേണ്ടി ഇത് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് നീക്കിയിടാം കേട്ടോ. ഇത്രയും നമുക്ക് നീക്കിയിടാം. ഇതിപ്പോ ഈ സീറ്റ് ഒരുപാട് ബാക്കിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. അതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും സ്പേസ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് കൂടെ കിട്ടും. എന്നിട്ടും ഇത്രയും സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതെ ഹാൻഡ് റെസ്റ്റ്, അത് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇതാണ് ഈ ക്യാപ്റ്റൻ സീറ്റിന്റെ ഗുണം. അതുപോലെ ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഇങ്ങനെ ചരിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ ഉറങ്ങാൻ പോവില്ല, കിടന്ന് കാണിച്ചെന്നാണ്. ഇതൊക്കെയാണ് ഈ ഇന്നോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് മറ്റു വണ്ടികളിലും ഈ സീറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നോവയ്ക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. ഇതിന്റെ സീറ്റ് നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ പണ്ട് സഞ്ചരിച്ചിരുന്നത് ഇന്നോവയിലാണല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവര് നമ്മളെ കണ്ടുകൊണ്ടിരിക്കാറ്. ഇങ്ങനെയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ ഈ വിൻഡോ ലൈൻ ആയാലും താന്ന് കിടന്ന പേരിൽ നല്ല വിസിബിലിറ്റി ആണ് കിട്ടുന്നത്. ഈ സീറ്റ് ആയാലും കണ്ടില്ലേ, ഇതിന്റെ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ല. ഈ ബൗൾസേഴ്സും കാര്യങ്ങളും ഈ സ്റ്റിച്ചിങ്ങും മെറൂൺ കളർ കൊടുത്തിട്ട് മെറൂൺ സ്റ്റിച്ചിങ് തന്നെയാണ് ഇതിൽ കൊടുത്തത് കേട്ടോ. അതെന്തായാലും കലക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് AC വെന്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇന്നോവയിൽ ഇതുപോലത്തെ AC വെന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടോപ്പില് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് ഇന്നോവയുടെ സെയിം സാധനം തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് തേർഡ് റോ സീറ്റിലേക്ക് പോയാലോ. തേർഡ് റോ സീറ്റിലേക്ക് പോകാനൊക്കെ എളുപ്പമാണ്. ഈ നടുക്ക് സീറ്റില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ കൊണ്ട് പോവാം. ഞാനിതിപ്പോ നേരത്തെ ഇരുന്ന കണക്കിലാണ് ഈ സീറ്റ് കിടക്കണേ. എന്നിട്ടും നമുക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ തേർഡ് റോ സീറ്റിന്റെ കാര്യം ഞാനിപ്പോ എത്ര തള്ളി വലിച്ച് നീട്ടിയാലും നിങ്ങൾക്കറിയാം, എല്ലാ 7 സീറ്റർ വാഹനങ്ങളും തേർഡ് റോ സീറ്റിൽ ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു 10-12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ തേർഡ് റോ സീറ്റ്. അല്ലെങ്കിൽ ഇത് മടക്കിയിട്ടിട്ട് ലഗേജ് കയറ്റാനുള്ളതാണ് തേർഡ് റോ സീറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയണില്ല. പക്ഷെ സീറ്റിന്റെ കുഷനും കാര്യങ്ങളും ഈ ഹൈറ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് കാഴ്ച കാണുന്ന പോലെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് ഇപ്പം ഇവിടെയും AC വെന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് റോ സീറ്റിൽ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ. ഏറ്റവും നല്ല സീറ്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് റോ സീറ്റിലെ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ കോ പാസഞ്ചർ സീറ്റ് ആണ്. ഇവിടെയും അടിപൊളിയാട്ടാ. ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് നല്ല ലെഗ് സ്പേസും ഒക്കെ കിട്ടുന്നുണ്ട്. സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് കാഴ്ചയൊക്കെ കണ്ട് യാത്ര ചെയ്യും. ഡ്രൈവർ സീറ്റിൽ നമുക്ക് അപ്പുറത്ത് കണ്ട പോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ടൈ സപ്പോർട്ടിലുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. പിന്നെ ഈ സ്റ്റിയറിംഗ് വീല് കണ്ടില്ലേ, ഇതും അവര് പുതിയ സ്റ്റിയറിംഗ് സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിയറിംഗ് സെറ്റപ്പാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സംഭവം വെച്ച് കഴിഞ്ഞാൽ EVക്ക് സമാനമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആട്ടാ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ റിവേഴ്സ് ഇട്ടേക്കല്ലോ. ആ വന്നു. എന്താ അല്ലേ ഇതിന്റെ സ്ക്രീൻ. നമ്മളെ പുതിയ വാഹനങ്ങൾ പോലും ഈ ഒരു സ്ക്രീൻ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന MGയുടെ വിൻസറിലൊക്കെയാണ് ഇങ്ങനത്തെ സ്ക്രീൻ കാണുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. വണ്ടിയുടെ കളറ് പല പല കളറ് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ളത് 360 ഡിഗ്രിയുടെ വ്യൂ ആണ് കാണുന്നത്. കളറ് പല പല കളർ നമുക്ക് സെലക്ട് ചെയ്യാന്നുണ്ട് ഏത് കളർ വേണമെങ്കിലും. എന്തായാലും നല്ല സ്ക്രീൻ ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരിപാടി വരുന്നത്. നമ്മളിപ്പോ ഗിയർ മാറ്റി. അപ്പൊ കണ്ടില്ലേ എന്തൊരു ക്ലാരിറ്റി അല്ലേ. ഇതില് എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു സ്ക്രീൻ സെറ്റപ്പാണ്. ഇതിൽ 360 പനോരമിക് വ്യൂ ഇതിലും ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, അതെന്തായാലും നന്നായിട്ടുണ്ട്. കൊള്ളാം. ഇതില് കണ്ടോ വശങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. അതിനാണല്ലോ 360 ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ റിവേഴ്സ്, ഇത് നമ്മുടെ ഫ്രണ്ട്, 2 സൈഡ്. കൊള്ളാല്ലേ, സൂപ്പർ ആയിട്ട്. അതായത് പുതിയ വാഹനങ്ങളിൽ പോലും ഇപ്പോ ആയി തുടങ്ങിയിട്ടുള്ളൂ ഈ സംഭവങ്ങളൊക്കെ.
നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എല്ലാ സംഭവങ്ങളും. നോർമൽ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവര് ഗൾഫ് ടീമാണ്, അതിന്റെ പേരിൽ മണം കിട്ടാവുന്ന വണ്ടിയിൽ മണം കിട്ടാവുന്ന ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ലിവറിന്റെ കവറും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ചെറിയൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കൈയൊക്കെ വെച്ച് സുഖമായിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ശിവന്റെ ഒരു വലിയൊരു പ്രതിമ. എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതിന്റെ ഇന്റീരിയർ. ഇതിന്റെ ഡിക്കി തുറക്കാനും ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നമുക്ക് ഈ ചാവില് ഒരു സൂത്രപ്പണി ഉണ്ട്. അതായത് ഇത് 2 പാർട്ടായിട്ടാണ് ഈ ഡിക്കീനെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് ഇതിനകത്തുള്ള ഈ ലോക്ക് ബട്ടൺ ഞെക്കിയിട്ട് ഇതിങ്ങനെയാണ് ഇതിന്റെ പരിപാടി വരുന്നത്. കണ്ടില്ലേ, 2 പാർട്ടായിട്ടാണ്. പിന്നെ നമുക്ക് ഇതിനെ തുറക്കണമെങ്കിൽ 2 സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ തുറന്നു വെക്കാം. ആക്ച്വലി ഇത് ലാൻഡ് ക്രൂസറിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാചകം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനിവിടെ 2 കൊളുത്തും കൂടെ വെച്ചാലാണ് ശരിയാവുള്ളൂ. അത് ഇവര് അടുത്ത് തന്നെ വെക്കുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സീറ്റിന് മറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനെ ഇങ്ങനെ മറച്ച, ഇതിനെ ഇങ്ങനെ മറക്കുക. നമുക്ക് റിമോട്ടിൽ നമുക്ക് ഞെക്കാനുണ്ട്, ഞെക്കിയിട്ടൊക്കെ വേണം ഇതിനകത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതൊരു പുതിയൊരു അറിവായിട്ടില്ലേ പല വണ്ടി പ്രാന്തന്മാർക്കും? നല്ലൊരു കാര്യമായിട്ടുണ്ട്. നമുക്കിപ്പോ ഒന്ന് ഓടിച്ചു നോക്കിയാലോ ഈ ഒരു ഇന്നോവേനെ? സത്യം പറഞ്ഞാൽ ഒരു 10-30 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന വണ്ടിയേക്കാളും എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ഇത്രയും ഈ ഒരു വിലക്ക് ഇതുപോലത്തെ നല്ലൊരു വാഹനം വാങ്ങുക എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ചിലർക്ക് പഴയ വാഹനമായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർ പഴയതെടുത്ത് പുതിയതാക്കും. അപ്പോ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു ഭയങ്കര ഒരു വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോ ടൊയോട്ട കമ്പനിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നോവ എന്നൊരു ബ്രാൻഡ് എപ്പോ കൊടുത്താലും കാശാണ്. ഇന്ന് മേടിക്കുന്ന കാശിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അതായത് സ്വർണം മേടിക്കുന്ന പോലെയാണ് ടൊയോട്ടയുടെ ഒരു വാഹനം മേടിക്കുക എന്നുള്ളത്. അപ്പോ എനിക്ക് ഈ വാഹനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടേണ്ട പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭംഗിയും കാര്യങ്ങളും. പിന്നെ ഇന്നോവയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ഇന്നോവേനെ നല്ലോണം അറിയാം. അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വാഹന വീഡിയോ? സൂപ്പർ ആയിട്ടില്ലേ? അപ്പോ ഇതുപോലത്തെ വീഡിയോസുകൾ ഇനി നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അത് വരാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടിയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.